നമസ്കാരം. ഞാൻ ഇന്നലെ അവിടെ വന്നിരുന്നു, ഞാനും മണ്ടു കൂടിയിട്ട്. അപ്പൊ ഗേറ്റ് പൂട്ടി കിടക്കായിരുന്നു. 17-ാം തീയതി മോന്റെ കല്യാണാടോ, വ്യാരിയാതന്റെ. അത് ക്ഷണിക്കാനാ ഞങ്ങൾ അങ്ങോട്ട് വന്ന്. അത്ര അടുത്തൊന്നല്ല, ഒരു 10-15 കിലോമീറ്റർ ദൂരമുണ്ട്. സത്യശീലൻ എന്ന് പറഞ്ഞ ഒരാളുടെ മോളാ. അതങ്ങനെ അവിടെ ഒത്തു വന്നു. ഉടുമ്പടക്കം തലേ തന്നെ പോരടോ. കാലത്താണെങ്കിൽ ഒരു 7 മണി നമ്മളേക്ക് എത്ത്, കഴിക്കണ്ട. ശരി ശരി ശരി. രാമൻകുട്ടിയുടെ വീട്ടിൽ പോയിരുന്നില്ലേ? അപ്പൊ പൂട്ടി കിടക്കായിരുന്നല്ലോ. അപ്പൊ ഒന്ന് വിളിച്ചു പറഞ്ഞതാ, കാലത്തെ വരണ്ടാവുള്ളൂ. എന്താറിയില്ല വ്യാരിയാതെ. ഇതിപ്പോ എത്ര നേരായി തുടങ്ങിയിട്ട് ഈ ഫോൺ ചെയ്യല്? അതിനെന്താടി ഫോൺ ചെയ്തോട്ടീ. അതന്നെ, കല്യാണം ഒന്നും കഴിഞ്ഞിട്ടില്ലല്ലോ. എന്തിനു കല്യാണം കഴിയണേ? കല്യാണം കഴിയണതിന്റെ മുമ്പിൽ ഫോൺ വിളിച്ച് പരസ്പരം അറിയാ, സംസാരിക്കുക, അതൊക്കെ നല്ലതല്ലേ? അതൊക്കെ അത്യാവശ്യത്തിന് മതി ഫോൺ വിളിയൊക്കെ. ഇത് അവനവന്റെ വില കളയണ പണി അവൻ കാണിക്കണം. എന്ത് വില കളയണ? അവൻ വേറെ പണിനൊന്നല്ലോ, അവൻ കെട്ടാൻ പെണ്ണല്ലേ വിളിക്കുന്നത്. സുഖദേവന് ഒന്നും അറിയില്ല എന്ന് പറയണതാ. എടി, നമ്മൾ കല്യാണം കഴിച്ച കാലൊന്നല്ല ഇപ്പോ, കാലം മാറി. എന്റെ സുഖദേട്ട എന്താ ഞാൻ പറയണറിയോ? ആ കുട്ടിയുടെ നല്ലതിന് വേണ്ടിട്ടാ പറയണേ. അതെ, അവൻ രഹസ്യമായിട്ട് നല്ല എന്നോട് പറഞ്ഞു. അച്ഛാ, കുട്ടി വിളിക്കുന്നുണ്ട്, ഞാനൊന്ന് ഫോൺ ചെയ്യട്ടെ പറഞ്ഞിട്ടാ പോയി. എന്തിനാ വിളിക്കണേന്ന് ചോദിക്കുക, അല്ലാണ്ട് വേറെ എല്ലാം ചിന്തിക്കണ്ടേ. എന്താ ഈ 2 മണിക്കൂർ പറയാൻ? അത് അവൾക്കൊരു മഞ്ഞ സാരി ഉണ്ട്, അതിന് പറ്റിയ മഞ്ഞ വാറുള്ള ചെരുപ്പ് വേണമെന്ന് പറയാ. അപ്പൊ അതിങ്ങനെ എന്തൊക്കെയാ വേണ്ടത് സംസാരിക്കില്ലേ അവര്. അസലായി. എങ്കിലേ അവളോട് പല്ല് തേക്കാതെ വരാൻ പറയും. അപ്പൊ പല്ല് മഞ്ഞിച്ച് ഇങ്ങനെ ഇരിക്കില്ല ചിരിക്കുമ്പോ. അല്ല, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നീ ഇപ്പൊ ആ കുട്ടി വരണതിന്റെ മുമ്പ് എന്റെ അമ്മായി പോര് തുടങ്ങുള്ള പരിപാടി? എന്റെ സുഖദേട്ട, ഞാൻ ആ കുട്ടിയുടെ നല്ലതിന് വേണ്ടിട്ടല്ലേ ഈ പറയണേ. ഫോൺ വിളിക്കണ്ട. ആ കുട്ടി വിഷമിക്കരുത്. ഒന്നാമത് ആ കുട്ടി എന്ന് പറഞ്ഞാൽ ഒറ്റ കുട്ടിയാണ്. ആവശ്യത്തിന് കൊഞ്ചലും പുന്നാരൊക്കെ ഉണ്ടാവും. അപ്പൊ എന്റെ മകന് നീ കൊഞ്ചില്ലേ, പുന്നാരിക്കണില്ലേ? ഇവൻ ഇതുപോലെ ഈ 2 മണിക്കൂറും 3 മണിക്കൂറും കല്യാണം കഴിഞ്ഞ് പുന്നാരിപ്പിക്കാൻ പറ്റോ? അപ്പൊ അവക്ക് വിഷമാവില്ലേ? ആ വിഷമം ഞാനാ കാണേണ്ടത്. അതാ ഞാൻ ഇപ്പോഴതൊന്നും വേണ്ടാന്ന് പറയണേ. നിലയ്ക്ക് നിർത്തണം ഇപ്പോഴേ, അതല്ലെങ്കിൽ പിന്നീട് നമ്മൾ ദുഃഖിക്കേണ്ടി വരും. അച്ഛനും അമ്മയും കൂടി എല്ലാവരും വിളിക്കണ്ട അവിടെ ഇരുന്ന് കല്യാണം വിളിക്കാണ്. ഞാനൊരു മോനാണല്ലോ, അപ്പൊ അമ്മക്ക് എന്നെ വലിയ ഇഷ്ടമാണ്. എനിക്ക് സങ്കടം വരുന്ന കാര്യങ്ങളൊന്നും അമ്മ അങ്ങനെ ചെയ്യൂല. അതെ, ഇങ്ങനെ ഇനി മുതൽ അവന്റെ കാര്യത്തിന് ഇങ്ങനെ ആദ്യം പിടിക്കണ്ട. അവന്റെ കാര്യങ്ങൾ നോക്കാനാണ് ഇപ്പൊ അവനൊരു പെണ്ണ് കെട്ടിക്കുന്നത്. ഇനി അവന്റെ കാര്യം അവള് നോക്കിക്കോളും. നീ എന്റെ കാര്യം നോക്കിയിട്ട് ഇവിടെ അടങ്ങി ഒതുങ്ങിയിരിക്ക. സുഖദേണ്ണ അതൊക്കെ പറയാം. എന്റെ മോനെ എന്നോടുള്ള ഇഷ്ടം കഴിഞ്ഞിട്ടേ ഉള്ളൂ ആരും. അതെനിക്ക് നന്നായിട്ട് അറിയാം. അതെടി, നിന്നോട് അമ്മ എന്നുള്ള സ്നേഹം, ആ കുട്ടിയോട് ഭാര്യ എന്നുള്ള സ്നേഹം, ഇനി അവർക്കൊരു കുട്ടി ജനിച്ച ആ കുട്ടിയോട് എന്റെ കുട്ടി എന്നുള്ള സ്നേഹം, അങ്ങനെ പലതരത്തിലുള്ള സ്നേഹവും ജീവിതവും മാറ്റങ്ങളൊക്കെ ഉണ്ടാവും. എന്ത് ജീവിതമായാലും പെറ്റ വയറിന്റെ സ്നേഹം, അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ എല്ലാം. ഇനി അങ്ങനെയല്ല വേണ്ടത്. നിന്റെ പെറ്റ വയറിന്റെ സ്നേഹം മകനോട് കാണിക്കുമ്പോ അതേപോലെ തന്നെ പെറ്റ വയറിന്റെ സ്നേഹം മരുമോളോടും കാണിക്കണം. മരുമോളോട് കാണിക്കണ്ട, അവളോടുള്ള സ്നേഹം കൊണ്ടല്ലേ ഇപ്പോഴേ ഞാനിതൊക്കെ പറയണത്. ഞാൻ പറഞ്ഞില്ലേ, ആ കുട്ടി വിഷമിക്കണത് എനിക്ക് ഇഷ്ടമല്ല. അതന്നെ നീ ഒന്നാമത് എന്റെ അമ്മയെ കണ്ടുപിടിക്കും. എന്റെ അമ്മ എങ്ങനെയായിരുന്നു എന്നെ കെട്ടിക്കൊണ്ടിരുമ്പോ? വല്ല കുഴപ്പമുണ്ടായിരുന്നു? സ്വന്തം മകളെ പോലെ നോക്കിയിരുന്നു. അത് നിങ്ങളുടെ മുമ്പിൽ നിന്ന് നിങ്ങൾ കാണാതെ അവരെന്നെ എത്ര ദ്രോഹിച്ചിട്ടുണ്ട് എന്നറിയാം. ഞാനത് എത്ര വട്ടം നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്റെ അമ്മ അങ്ങനൊന്നും ചെയ്യൂല, എന്റെ അമ്മ അങ്ങനൊന്നും ചെയ്യൂല എന്നായിരുന്നല്ലോ. അതൊക്കെ ഞാൻ സഹിച്ച എന്തിനു വേണ്ടിട്ടാ? ഇവളോട് അതേമാതിരി പകരം വീട്ടാനോ? അല്ല, എന്റെ പൊന്നുമോന് വേണ്ടിട്ടാ. എന്റെ മോനോർത്ത് മാത്രമാണ് ഞാൻ ഇത്രയും കാലം നിങ്ങളുടെ കൂടെ ജീവിച്ചത്. ഇല്ലെങ്കിൽ എന്നെ നിങ്ങളെ ഇട്ടിട്ട് ഞാൻ പോയേനെ. ഇതൊന്നും സഹിക്കേണ്ട ആവശ്യം എനിക്കില്ല. അത്യാവശ്യം നല്ല സ്വത്തുള്ള വീട്ടിൽ തന്നെ ഞാനും വന്നു. അല്ല, നിനക്കിപ്പോ എന്തിന്റെ കേടാ? എടി, മകൻ സ്നേഹിക്കണ പോലെ ഒരു മരുവോളും സ്നേഹിക്കാൻ വരുന്നു, എന്നെ സ്നേഹിക്കാൻ കൂടുതൽ ആൾക്കാർ വരുന്നു എന്ന് കരുതി സമാധാനിക്ക്. എന്റെ മോൻ കഴിഞ്ഞിട്ടുള്ളൂ. ഇല്ല, ഞാനങ്ങനെ ആരും ഇത്രയും നേരം ഫോണിൽ വിളിച്ചൊന്നും സംസാരിക്കാറില്ല. ഇപ്പൊ ലച്ചുവിനെ കണ്ട് നമ്പർ കിട്ടിയ പിന്നെ ഫോൺ വെക്കാൻ എനിക്ക് തോന്നാറില്ല. അതെ, അച്ഛൻ്റെ ഒരു കൂട്ടുകാരൻ. പിന്നെ ചെരുപ്പ് മേടിക്കണമെങ്കിലേ ഞാൻ വന്നിട്ട് സെലക്ട് ചെയ്യാം. എന്താ വിശേഷം? എന്താ വിശേഷങ്ങളല്ലേ ഉള്ളൂ. സുഖല്ലേ?
ആ കാലുവേദന തന്നെ. അതെ അപ്പം കുഴപ്പമില്ല. അത് ശരി. ഞാൻ പറയാ കഷായം കുടിച്ചിരുന്നോ? എല്ലാം കഴിക്കണ്ട്, പക്ഷെ വേദനയാ. അതെ ഞാൻ അന്നൊന്ന് വിളിക്കായിരുന്നാണ്, പെട്ടെന്ന് വിട്ടുപോയി. എന്താ കാര്യം? ഹരിജാതന്റെ കാര്യം പറയാൻ. അപ്പൊ അതിനല്ലേ ഇപ്പൊ ഞാൻ ഇങ്ങോട്ട് വന്നത്. അത് നന്നായി. പുതിയ കുട്ടിയുടെ ഫോട്ടോ ഉണ്ടെന്നുണ്ടേ. അല്ല ഇനിയിപ്പൊ അതൊന്നും വേണ്ട. അവന്റെ കല്യാണം ശരിയായി എന്ന് പറയാൻ വേണ്ടിട്ട് വിളിക്കാനാണ് വിട്ടുപോയത് ഞാനേ. കല്യാണം ശരിയാവുക ആരോട് വെച്ചിട്ട്? അല്ല എവിടുന്ന്? നമ്മള് പൂമലല്ലേ, പൂമലയിലെ വില്ലേജ് ഓഫീസർ സത്യശീലന്റെ മോളാ, ഒരേ ഒരു കുട്ടിയാ. അതെ എന്താ ഈ പറയണത്? പൂമലയില് സത്യശീലന്റെ മോളച്ചപ്പ എപ്പ കൊണ്ടുവന്ന് ഞാൻ ഈ ബന്ധം? എന്തപ്പ ഇങ്ങോട്ട് കൊണ്ടുവരാനപ്പ ഇക്കറിയില്ല ഇപ്പൊ എവിടുന്ന് കൊണ്ടുവരണമെന്നുള്ളത്. നിങ്ങൾ എന്ത് പരിപാടി എന്നാ എന്നോടൊന്ന് അന്വേഷിക്കണ്ട. നിങ്ങൾ ഇങ്ങനത്തെ ഒരു സ്ഥലത്ത് വെച്ചാല് അത് ശരി. എന്താ സ്ഥലത്തിന് കുഴപ്പമൊന്നുമില്ല. പൂമലൊക്കെ നല്ല പൂമല തന്നെയാണ്. കുട്ടി നല്ല കുട്ടിയാണ്, ഞാൻ പോയി കണ്ടു. കുട്ടി കാണാൻ തരക്കേടൊന്നും ഉണ്ടായിട്ടല്ല. അതിപ്പോ ഈ ബന്ധാച്ചാ ഞാൻ നിങ്ങളോടക്ക് എന്നേ കൊണ്ടില്ല എന്റെ സുഖേട്ടാ. എന്താ നിങ്ങള് കാട്ടണേ? എന്താ നീ പറഞ്ഞു കാര്യണ്ട്. എന്താപ്പ ഇത് ഇപ്പൊ ഞാൻ കൊണ്ടുവന്ന ബന്ധം ഏതാച്ചുണ്ടോ നിങ്ങള്? അല്ല നീ കൊണ്ടുവന്ന ബന്ധം പറഞ്ഞില്ലേ, ഈ ബന്ധത്തിന് എന്താ കുഴപ്പം? കുറച്ചോ? ഞാൻ പറഞ്ഞില്ലേ 17-ാം തീയതി കല്യാണം. ശരിയാ. അച്ഛനും അമ്മയ്ക്കും ഒരേ ഒരു മോള്. അവനും അവളും തമ്മിൽ ഭയങ്കര ഇഷ്ടായി. അതന്നെ എത്തും. അച്ഛനും അമ്മയ്ക്കും ഒരേ ഒരു മോളിപ്പൊ ഞാൻ കൊണ്ടുവന്നത് അതേമാതിരി തന്നെ. അപ്പൊ പിന്നെ കുഴപ്പമില്ല, രണ്ടും ഒരേ പോലെ. അപ്പൊ നീ ഇപ്പൊ നിശ്ചയിച്ച് നടക്കട്ടെ. അല്ല അതെ നടക്കട്ടെ വെച്ചാലേ ഞാൻ പറഞ്ഞ അത് വേണോ? എന്താ എന്താ കാര്യം പറയൂ. കാര്യം പറഞ്ഞാലിപ്പൊ അത് 10 ഏക്കറ റബ്ബർ എസ്റ്റേറ്റ്. ആർക്ക്? ഈ കുട്ടിക്ക്. ഇപ്പൊ ഞാൻ പറഞ്ഞ കുട്ടി അതുമാതിരിക്ക് ആവോളം സ്വർണം 101 പവൻ സ്വർണ്ണ ആ കുട്ടിക്ക് കൊടുക്ക അവര്. അപ്പൊ ഞാൻ നോക്കിയപ്പോ ഏതാണ്ട് തരക്കേടില്ലാത്ത നല്ലൊരു കുടുംബം. അച്ഛന്ന് പറഞ്ഞ അതേമാതിരി തന്നെ അമ്മയും. മനസ്സിലാവുണ്ടോ? അച്ഛനും അമ്മേനെയും ഈ റബ്ബർ എസ്റ്റേറ്റും സ്വർണം എന്നല്ല അവൻ കെട്ടണത്. അതിനേക്കാളൊക്കെ വില മതിക്കുന്ന ഒരു നല്ല കുട്ടീനാണ് കെട്ടേണ്ടത്. പറഞ്ഞപ്പോ നല്ലൊരു കുട്ടി, നല്ല തങ്കം പോലത്തെ മനസ്സിൽ. അല്ല അതിപ്പോ പലയിടത്തും പല തങ്കം പോലത്തെ കുട്ടി ഉണ്ടാവും. ഇവനിപ്പോ ഇത് ഇഷ്ടായി. ഞാൻ ഈ പറഞ്ഞ കുട്ടിക്ക് കൂടുതലല്ലാണ്ട് ഒന്നും കുറവില്ല. ഒരു വിരല് കൂടുതലുണ്ട്. ചെറുവിരല് നമുക്കുള്ള സ്വർണം അവരെന്നെ കൊടുക്കും. ഒന്നുകൊണ്ട് നിങ്ങൾ പേടിക്കണ്ട. അതെ ഇനിയിപ്പൊ അതൊന്നും വേണ്ട. നീ കൊറേ ബുദ്ധിമുട്ടി എന്നൊക്കെ ഞങ്ങൾക്ക് മനസ്സിലായി. അതിന് എന്തെങ്കിലും സന്തോഷത്തിന് അങ്ങോട്ട് തരാം. 17-ാം തീയതി രാവിലെ കല്യാണത്തിന് അങ്ങോട്ട് വാ. 17-ാം തീയതി രാവിലെ കല്യാണത്തിനൊക്കെ ഞാൻ ഇങ്ങോട്ട് വരണ്ട്. കല്യാണം അസലായിട്ട് ഇവിടെ നടക്കും. സുഗതേട്ടന്റെ വീട്ടിലെ കല്യാണം പറഞ്ഞാൽ എങ്ങനെയാ നടക്കാന്നൊക്കെ ഇക്കറിയാം. കല്യാണം കഴിഞ്ഞിട്ടുള്ള സ്ഥിതിനെ കുറിച്ചിട്ടാണ് ഞാൻ ആലോചിക്കണത്, അല്ലാണ്ട് കല്യാണം നടക്കുന്നതിനെ കുറിച്ചിട്ടല്ല. കല്യാണം കഴിഞ്ഞ ഒന്നും ഞങ്ങൾ ഇപ്പൊ ഈ പറഞ്ഞ മാതിരിക്ക് ആ കുട്ടീനെ ഇങ്ങോട്ട് കൊണ്ടുവന്ന വില്ലേജ് ഓഫീസർ സത്യശീലിന്റെ മോളാണ്. വില്ലേജ് ഓഫീസിൽ നമ്മളൊരു കാര്യത്തിന് കയറി ഇറങ്ങണ മാതിരി കയറി ഇറങ്ങേണ്ടി വരും. അതാ ഞാൻ പറഞ്ഞൊക്കെ ശരി തന്നെയാണ്. അത് വില്ലേജ് ഓഫീസ് ആവില്ല, കോടതി ആവുന്നു മാത്രം. അത്ര ഉള്ളക്ക് പറയാൻ നിങ്ങൾ ആലോചിച്ചിട്ട് ചെയ്തോളി. ഞാൻ ഒരു നല്ല ബന്ധാണ് കൊണ്ടിരല്. ഇവിടെ കൊണ്ടുവരാൻ സത്യശീല കുട്ടിക്ക് എന്താണ് നീ പറയണത്? അസലേ ആ കുട്ടിയുടെ കുഴപ്പം എന്താന്ന് ഇപ്പൊ എങ്ങനെയാ ഇപ്പൊ ഞങ്ങളുടെ അടുത്ത് പറയാ? ആലോചിച്ചുണ്ടാക്കണ്ടേ? ഞാൻ പറഞ്ഞ എന്താ വെച്ചിട്ടുണ്ടോ, ആ കുട്ടി കോളേജിൽ പഠിച്ചൊരു കുട്ടിയാണ്. നല്ല വിദ്യാഭ്യാസമുള്ള കുട്ടി എന്ന് പറഞ്ഞ എന്താ, അത്ര കോളേജിൽ പഠിച്ചിട്ടുണ്ടാവും അർത്ഥം. അതിനനുസരിച്ച് ബന്ധവും എന്ന് ചോദിക്കരുത്. അതിനനുസരിച്ചുള്ള ബന്ധം കുട്ടികൾക്ക് ഉണ്ടാവും. അങ്ങനെ വേണം. കുട്ടികൾക്ക് പലരായിട്ട് ബന്ധം വേണം, സൗഹൃദം വേണം. അതൊക്കെ നല്ലതല്ലേ? അല്ലേ? അപ്പൊ പഠിപ്പിനനുസരിച്ച് ജോലിയും കിട്ടും. അതും നിങ്ങൾ ആലോചിക്കണം. കിട്ടാൻ വേണ്ടിട്ട് തന്നെയാണല്ലോ പഠിച്ച കുട്ടീനെ കിട്ടുന്നത്. ജോലി കിട്ടിയിട്ട് വേറെ വഴിക്ക് പോണവരിന് എന്തിനപ്പോ നിങ്ങളുടെ കുടുംബത്തിൽ കൊണ്ടുവരുന്നത്? ഇവിടെ കുടുംബത്തിൽ എന്തെങ്കിലും കാര്യങ്ങൾ നടത്തല്ലേ വേണ്ട? അതാ ഞാൻ പറഞ്ഞത്. ഈ കുട്ടിക്ക് എന്ന് പറഞ്ഞ ഒന്നിനും കുറവില്ലാന്ന്. നിങ്ങൾക്ക് സഹായിക്കാൻ ആവശ്യമില്ലാത്ത കാര്യം പറയല്ലേ. ഇനിയിപ്പോ ഏത് ആലോചന വന്നിട്ട് കാര്യമില്ല. അവനൊരു പെണ്ണിനെ ഉറപ്പിച്ചു, ആ കല്യാണം നടക്കും. എന്നാ നടക്കട്ടെ സുധേട്ടാ. ഞാൻ നിങ്ങളുടെ അടുത്ത് തർക്കിക്കാനൊന്നുമില്ല. ഒരു കാര്യങ്ങൾ മനസ്സിലായിക്കോളാം വണ്ടോരി അമ്മേ. നിങ്ങളുടെ മോനെ ഓളെ കെട്ടിക്കഴിഞ്ഞാല് 3ന്റെ അന്ന് ഓളുടെ വീട്ടിലാ. അത്രേ പറയാനുള്ളൂ. പിന്നെ ഈ സത്യശീലൻ ചക്ക തിന്നിട്ടേ മുളഞ്ഞ് നമ്മള് പഞ്ഞോണ്ട് തൊട്ട മാതിരിയാ. കയ്യൊന്നും പോവില്ല കേട്ടോ. ഞാൻ പൊട്ടെന്നാല് റബ്ബർ ഷീറ്റ് അതിലേം വിടാനുള്ള യോഗം നിങ്ങൾക്കില്ല. അത്ര എന്താ ഓരോരുത്തരുടെ ഭാഗ്യം. വാട്സാപ്പിൽ ഇട്ട് തന്നല്ല. ഒരു മിനിറ്റ്. അതെ പൂമലക്ക് ഓട്ടോറിക്ഷയിൽ പോണിട്ട് നല്ലതാണ്. ഇരുന്നലങ്ങോട്ടേക്ക് ഇന്നോല് പോണത്. അമ്മേനോടും അച്ഛനോടും സംസാരിച്ച് കാര്യങ്ങൾ വേണമെങ്കിൽ ശരിയാക്കിക്കോളി. ഭാഗ്യം ഉണ്ടെങ്കിൽ നടക്കും. ഇനി ഡിവോഴ്സിന് വരാം.
കഷ്ടം. ഈ ബ്രോക്കർമാരെന്ന് പറഞ്ഞ് വിശ്വസിക്കാൻ പറ്റൂല കേട്ടോ. ഇതിപ്പോ കൊടുന്ന ആലോചനകളൊന്നും നടന്നിട്ടില്ലോ. ഇപ്പൊ വേറെ നടന്ന് അതങ്ങനെ എന്തേലും പറഞ്ഞ് മുടക്കുക. എന്നിട്ട് ഇപ്പം വേറെ കുട്ടീനെ കൊടുന്ന് ഇപ്പം തലയിൽ കെട്ടിവെക്കാൻ. ഉള്ള ജാതികളൊന്നിനും വിശ്വസിക്കാൻ പറ്റില്ല. മറിമായം